അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുക, പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എനിക്ക് മുമ്പ് സംസാരിച്ച സംസാരങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ ഈ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു പരിധി വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടാണ്. ഇയാൾ അറിയോ? ആരാ? ഉറക്കെ പറയ്. കേട്ടില്ല. എന്ത് മസ്ക്? ഓക്കെ, ഇലോൺ മസ്ക് അല്ലേ? ഈ വ്യക്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇയാളുടെ പ്രത്യേകത? എന്താണ് പ്രത്യേകത? എന്താ? കുറേ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടെ കണ്ടേ? ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരനാണ് ഇലോൺ മസ്ക്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ പൈസക്കാരൻ. ഇയാളുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ പല ദിവസങ്ങളിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇയാൾ ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ അതിനു മുമ്പ് എപ്പോഴെങ്കിലും? ഇല്ല. മൂപ്പരുടെ ഒരു ഫ്യൂച്ചറായിട്ടുള്ള കാര്യം, ഒരു ഭാവിയെക്കുറിച്ച് മൂപ്പര് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പാലക്കാട് പോകും, കോഴിക്കോടൊക്കെ പോകും അല്ലേ? ചിലപ്പോൾ ഗൾഫിലേക്ക് പോകും, ചിലപ്പോൾ അമേരിക്കയിലേക്കൊക്കെ പോകും. എന്നാൽ ഇവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റും. ഇതിൽ ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ളത് ഇത് ചൊവ്വയിൽ പോയിട്ട് താമസിക്കാനുള്ളതെന്നാ. എവിടെ? ചൊവ്വ എടുക്കണോ? ചൊവ്വ എന്താ? ഇന്ന് ഞായർ, നാളെ തിങ്കൾ, മറ്റന്നാ ആ ചൊവ്വയാണോ? അല്ല പിന്നെന്താ? ഗ്രഹങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ നമ്മൾ? ഈ ഗ്രഹങ്ങളിൽ ഒന്നാണ് ചൊവ്വ. ഈ ചൊവ്വയിൽ പോയി താമസിക്കാൻ പറ്റും എന്നാണ് ഇയാൾ പറയണത്. അത് കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അയാൾ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വേറൊന്നാണ് ഈ ഒരു കാറ്. ഇത് കണ്ടവരുണ്ടാവും. എന്താണ്? ടെസ്ല അല്ലേ? ഓക്കെ, ഇത് ഇപ്പോൾ ഉള്ള ടെസ്ലയാണ്. ഇനി അടുത്ത ഒരു ഭാവിയിൽ വരാൻ പോകുന്ന ടെസ്ല കാറിൻ്റെ പ്രത്യേകത, അതിന് പെട്രോൾ വേണ്ട, ഡീസലും വേണ്ട, കറണ്ടും വേണ്ട, പിന്നെ ഇതെങ്ങനെ ബാറ്ററിയും വേണ്ട. അങ്ങനത്തെ ഒരു കാറ് വരുന്നുണ്ടെന്ന്. അങ്ങനത്തെ ഒരു കാറ് വരുന്നുണ്ട്. അതിനൊക്കെ അയാൾക്ക് ഉത്തരമുണ്ട്. ഇനി അതുമാത്രമാണോ? ഇതെന്താ? ഇയാളുടെ ഒരു ഫോണുണ്ട് അല്ലേ? ഈ ഫോൺ കണ്ടിട്ടുണ്ടോ? ടെസ്ല ഫോൺ കണ്ടവരുണ്ടായിരിക്കും. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിക്കണോ? ഇല്ല. ഇപ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സിമ്മ് വേണം, നെറ്റ് വേണം, അല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ബാറ്ററിയൊക്കെ വേണം. എന്നാൽ ഈ ഫോണിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോണിൻ്റെ പ്രത്യേകത, ഇതിന് ബാറ്ററി വേണ്ട, നെറ്റ് വേണ്ട, അതേപോലെ തന്നെ പിന്നെ സിമ്മ് ആവശ്യമില്ല. ഇതൊക്കെ വേറൊരു സ്റ്റാർ നെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, നമ്മുടെ ലോകം പുരോഗതി
പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് പോലും ചില വാർത്തകളുണ്ട്. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രൂപത്തിലല്ല. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും, സ്വന്തം അമ്മയെ ഒരു മകൻ കൊലപ്പെടുത്ത ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഒരു സംഭവമാണ്. അത് കേവലം ഒരു വാർത്തയല്ല, സ്വന്തം കുടുംബത്തിൽപ്പെട്ട 6 പേരെ കൊലപ്പെടുത്തുക. ഈ ഒരു സ്ത്രീയുടെയൊക്കെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടില്ലേ? ജോളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ. ഇനി കൊലപാതകം മാത്രമല്ല, അതുപോലെ തന്നെ പണം തട്ടിയെടുക്കൽ, അതുപോലെ തന്നെ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് തിന്മകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുക, എന്നാൽ അതേ അവസ്ഥയിൽ തന്നെ ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് ആളുകൾ പോവുകയും ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ ലോകം പുരോഗതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടെസ്ല കാറും അതേപോലെ ടെസ്ല ഫോണും ഒക്കെ കാണിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കാലം ഉണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ ഒരു കാലം, ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് ആളുകൾ പോവുക, അതേപോലെ തന്നെ നെറ്റില്ലാത്ത, പിന്നെ ബാറ്ററി ആവശ്യമില്ലാത്ത ഒരു ഫോൺ ഉണ്ടാവുമോ എന്നൊക്കെ. ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിങ്ങളെ വല്യപ്പാൻ്റെ വല്യപ്പ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കട്ടോ, വല്യപ്പാൻ്റെ വല്യപ്പ നമ്മുടെ നാട്ടിലെ പീഡികത്തെണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചായയും കുടിച്ചിട്ട്. അപ്പോൾ വല്യപ്പാൻ്റെ കൂട്ടുകാരനുണ്ട് അവിടെ. അപ്പോൾ പറയാണ്, വരും കാലത്ത് ഒരു നമ്മുടെ കയ്യിൽ കൊള്ളുന്നൊരു സാധനമുണ്ട്, ഒരു ചെറിയൊരു പലക കഷ്ണത്തിൻ്റെ വലിപ്പം ഉണ്ടാകുള്ളൂ. അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഗൾഫിലുള്ള ആളെ നമുക്ക് കാണാൻ പറ്റും, നമ്മളിങ്ങനെ നേർക്ക് നേരെ വർത്താനം പറയാൻ പറ്റും എന്നൊരു 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്നോ? വിശ്വസിക്കോ? ഇല്ല. പക്ഷെ ഇപ്പം നിങ്ങളോട് പറയാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്താ പറയുക? അത് മൊബൈലല്ലേ, എനിക്ക് അടക്കമുണ്ട്, എൻ്റെ ഉമ്മാക്കുണ്ട്, എൻ്റെ വാപ്പാക്കുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ഭൗതികമായിക്കൊണ്ട് ഒരുപാട് വളർച്ചയുണ്ടെങ്കിൽ പോലും തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ ഈ തിന്മകൾ നമ്മുടെ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ തിന്മകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പണ്ടത്തെ കാലത്തിനേക്കാൾ തെറ്റുകൾ കൂടിക്കാണോ കുറഞ്ഞിക്കാണോ? എന്താ നിങ്ങളെ അമ്മമാർ പറയല്? നമ്മളമ്മ എന്താ പറയുക? എൻ്റെ കാലത്തൊന്നും ഇങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ല അല്ലേ? അതേപോലെ വാപ്പിയും പറയും, ഞങ്ങളൊക്കെ എത്രയോ കുതിര കളിച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ കുട്ടികളെ പോലെയൊന്നും അല്ല. ഓരോ കാലം കഴിയുമ്പോഴും തെറ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, തിന്മകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് തിന്മകൾ കൂടുന്നു? അതിനുള്ള ഒരു ചോദ്യം കൂടി, ആ ചോദ്യത്തിനൊരു മറുപടി ഉണ്ടല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് തിന്മകൾ കൂടുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് തിന്മകൾ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകബോധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പരലോകം എന്ന് കേട്ടുക്കോ നിങ്ങൾ അല്ലേ? നമ്മളെല്ലാവരും ആ പരലോകബോധം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സദസ്സിലേക്ക് വരെ വന്നത്. ഇന്ന് സുബഹി നമസ്കരിക്കാനുള്ള കാരണം അതാണ്. ഇന്നലെ ഉമ്മ നമ്മളോട് കുറച്ച് പഞ്ചസാര മേടിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം അതാണ്. ശരിക്കും പരലോകം ഉണ്ടോ? ഉണ്ട് അല്ലേ? എന്നാൽ ഇപ്പോഴും ചില ആളുകൾക്ക് സംശയമുണ്ട്. നിങ്ങൾക്കുണ്ടെന്നല്ല കേട്ടോ, ചില ആളുകൾക്ക് സംശയം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ, എൻ്റെ നാട് പറഞ്ഞാൽ കുന്തിപ്പൊക്കെ, അപ്പോൾ അതിലൂടെ ഇങ്ങനെ പിന്നെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഷെഫിക്ക് ഒന്ന് ഇവിടെ വന്നു പറഞ്ഞു. അപ്പം ഞാനവിടെ ചെന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഒരാളെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവൻ പറയുന്നത് പരലോകമൊന്നുമില്ല എന്നാണ്. പരലോകമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ്. ആ പരലോകം ഉണ്ടോയെന്നൊക്കെ വെറുതെ പറയാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല എന്നൊക്കെയാണ് ഇപ്പം പറയണത്. ഇവനോട് ഇപ്പം എന്താ പറയുകയെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പരലോകം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലിട്ട് കിടക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ആ പരലോകം വേണോ വേണ്ടയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാറ്. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞതിന് എന്തിനാ അറിയോ?
നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഉണ്ടാകും. നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഉണ്ടാകും. പരലോകമൊന്നുമില്ല, നിസ്കാരമൊക്കെ വെറുതെ പറയാം. ആ ഉസ്താദ്മാർ വെറുതെ പറ്റിക്കുക ആൾക്കാരെ. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുള്ള് എൻജോയ് ചെയ്യാനുള്ളതാ, അടിച്ചു പൊളിക്കാനുള്ളതാ, അല്ല എങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ആദ്യം നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നീയും നിൻ്റെ വാപ്പയും കൂടി മണ്ണാർക്കാട് അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോകണം. ഈ പരലോകം ഇല്ല എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞാൽ, നീയും നിൻ്റെ വാപ്പയും കൂടി മണ്ണാർക്കാട് അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ആളുകളോട് വന്നു, കൊട്ടേഷൻ സംഘം വന്നേ, നിൻ്റെ വാപ്പാനെ നിൻ്റെ മുന്നിലിട്ടിട്ട് നല്ലോണ്ട് പൊട്ടിച്ചു. തടുക്കാൻ വേണ്ടി നീ ചെന്നപ്പോൾ നിന്നെ അവർ പിടിച്ചടിച്ചു. അടി കിട്ടി വാപ്പ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ശരിക്കും അവർ നിൻ്റെ വാപ്പാനെ കൊല്ലാൻ വേണ്ടി വന്നതല്ല, ആള് മാറിയിട്ട് കൊന്നതാണ്. പക്ഷെ നീ വേഗം ഓടിച്ചൊന്ന് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പാനെ അവർ കൊന്നിട്ടുണ്ട്, ഇന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ആളെ കാണിച്ചു കൊടുത്തു. പോലീസ് അവരെ പിടിച്ചു. ഈ കൊല നടത്തിയ ആളുകൾ, കൊലയാളികളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയപരമായി നല്ല കഴിവുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ കോടതിയിൽ കേസ് വരുമ്പോൾ എന്താ പറയുക? ഞങ്ങളന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാനന്ന് വേറെ സ്ഥലത്ത് നിന്നിതാ തെളിവ് ഇതാന്ന് പറയും. ഓരോ കള്ളത്തെളിവുകളും കള്ളസാക്ഷികളെയും വെച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ രക്ഷപ്പെടും. നിന്റെ വാപ്പാനെ നിന്റെ മുന്നിലിട്ട് കൊന്ന ആളുകളെ നിന്റെ മുന്നിൽ തന്നെ സ്വതന്ത്രരാക്കി അവരിങ്ങനെ നടന്നു പോയി അവരെ നിന്റെ മുന്നിൽ ഇങ്ങനെ നോക്കി ചിരിക്കുക, ഞങ്ങളൊന്നും പറ്റിയില്ലല്ലോ. ഇവർക്ക് എവിടുന്ന ശിക്ഷ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, പരലോകം വേണല്ലേ, പരലോകം വേണ്ടേ? കാരണം ഇപ്പോൾ ഇത് എവിടുന്ന ഇപ്പോൾ ഇവർക്ക് ശിക്ഷ കിട്ടുക? ഈ ലോകത്ത് ആർക്കെങ്കിലും ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് കേട്ടുക്കണോ? ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ? മീശങ്ങനെ അല്ലേ, കണ്ടല്ലേ, ചെറിയൊരു മീശൊക്കെ വെച്ചിട്ടില്ലേ. എന്താണ് മൂപ്പരെ പ്രത്യേകത? എന്താ? നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ, ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നത്. നല്ല മനുഷ്യനാ? അല്ല, അയാൾ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തി. എന്നിട്ട് ഈ ലോകത്തെ നിയമങ്ങൾ കൊണ്ട് അയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഇല്ല. അയാളെ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് മൂപ്പരെന്ത് ചെയ്തു? ജയിലിൽ കിടന്നിട്ട് ആത്മഹത്യ ചെയ്തു. അയാൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ആത്മഹത്യ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തുള്ളത് എന്താ? ഒന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ മാക്സിമം ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താ? അയാളെ തിരിച്ചു കൊല്ലുക. അപ്പം നേരത്തെ നിങ്ങൾക്ക് ഒരു 6 ആളെ കൊന്ന ഒരു താത്താനെ കാണിച്ചു തന്നില്ലേ അല്ലേ, ജോളി എന്ന് പറയണേ. ഈ ലോകത്തുള്ള നിയമങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും? 6 തവണ കൊല്ലാൻ കഴിയുമോ? 6 ആളെ കൊന്ന 6 തവണ കൊല്ലുക, 10 ആളെ കൊന്ന 10 തവണ കൊല്ലുക, അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ കൃത്യമായ ശിക്ഷാ നടപടിയുടെ ലോകമാണ് പരലോകം. അത് ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാ? അല്ല, നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരിക വിചാരിച്ചോ, അപ്പോൾ ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ പോലീസ് ചെക്കിംഗ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ രാത്രിയാണ് കൂടുതലുണ്ടാകുക. എന്തിനാ? വെള്ളം അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സാധാ വെള്ളമല്ല, എന്താ വെള്ളം അടിക്കുക, മറ്റേ അല്ലേ, അത് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഊതിപ്പിക്കുകയൊക്കെ ചെയ്യും. ഊതിപ്പിച്ചിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അയാളെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കേസാകും, ആകെ പ്രശ്നം. എന്നാൽ നിങ്ങളുടെ വാപ്പയൊക്കെ പോണ സമയത്ത് വാപ്പാനെ കൊണ്ട് ഊതിപ്പിക്കും. വാപ്പ കള്ളുടിക്കുമോ? ഇല്ല. അപ്പോൾ വാപ്പാനോട് പൊയ്ക്കോ എന്നറിയും. നിങ്ങൾ കള്ളുടിക്കാത്ത ആളാണില്ല, എന്നാൽ നിങ്ങൾക്ക് നമ്മളെ വക ഒരു 500 റുപ്യ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പോലീസുകാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും നമുക്ക് വല്ല റിവാർഡും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാൾ നന്മ ചെയ്യുമ്പോൾ അയാൾക്ക് എവിടുന്നാ കൂലി കിട്ടുക? ഒരാളൊരു നന്മ ചെയ്യണമെങ്കിൽ അയാൾക്കൊരു പ്രതിഫലം വേണ്ടേ? വേണ്ടേ? വേണം. അതെവിടുന്ന? അതാണ് പരലോകം. അപ്പോൾ ഈ പരലോക ബോധം ഇല്ലാത്ത ആളുകളാണ് ഒട്ടുമിക്കതും തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ കൂട്ടുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇക്കാക്കമാരായ ആളുകളൊക്കെ പരലോകം അംഗീകരിക്കൂല. അതൊക്കെ വെറുതെ പറയാം. കാരണം പരലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നന്മ ചെയ്യേണ്ടി വരും.
അല്ലെ? ഒരാളിങ്ങനെ മൂടി പുതച്ച് കടന്നു തുടങ്ങുക, അല്ല ചങ്ങായി എനിക്ക് സുബഹി നിസ്കരിക്കണ്ടേ? ഇല്ല, പരലോകമല്ല, പിന്നെ എന്തിനാ ഞാൻ നിസ്കരിച്ചണേ? നമ്മളെന്തിനാ നിസ്കരിച്ചേ? നമ്മളെന്തിനാ രാവിലെ എണീറ്റ് നിസ്കരിക്കണം? എന്തിനാ? നമ്മൾ എന്തുകൊണ്ട് സിനിമ കാണുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് കളവ് പറയുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് തോന്നിവാസം ചെയ്യണില്ല എന്ന ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരമാണെന്ത്? പരലോകത്തിനിക്ക് രക്ഷപ്പെടണം. നമ്മളിപ്പോൾ ഈ ലോകത്ത്, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം സത്യമാണോ അതുപോലെ സത്യമാണ് പരലോകം എന്നുള്ളത്. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും തെറ്റ് ചെയ്യണത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ക്യാമറ നിങ്ങളിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ഉറങ്ങുമല്ലേ? ഇല്ല. എന്താ ഉറങ്ങാത്തെ? ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ കാണാം നമ്മളിരുന്ന് ഇങ്ങനെ ഉറങ്ങണ് അല്ലേ? അപ്പോൾ ചങ്ങന്മാരെല്ലാവരും കണ്ടിട്ട് നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല, ഉറങ്ങണില്ല. മറ്റുള്ളവർ എന്നെ കാണും എന്ന ഒരു പേടി, മറ്റുള്ളവർ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന പേടി. എങ്കിൽ ഇതേ കാര്യം നമ്മൾ അള്ളാഹിൻ്റെ വിഷയത്തിൽ നമ്മൾ നോക്കാം. നിങ്ങൾ ഈ ഒരു ആയത്ത് കാണുന്നുണ്ടോ? ഈ ഒരു ആയത്ത് ഒന്ന് ഓതി നോക്കാം. നമുക്ക് ഓതി നോക്കല്ലേ? എല്ലാവരും റെഡി അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളി. തീരെ സൗണ്ട് ഇല്ല കേട്ടോ, ഒന്നുകൂടി ഉറക്കം മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കേ. അലം യഅലം ബിഅന്നല്ലാഹ യറാ. അതിന്റെ അർത്ഥം നോക്കിക്ക. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു അവനെ കാണുന്നുണ്ടെന്ന്. ഈ ഒരു പേടിയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മളെ ക്ലാസ് റൂമിൽ ഒരു ക്യാമറ വെച്ചു. എന്നിട്ട് നമ്മളോട് നമ്മളെ ക്ലാസ് സാറ് പറയാണ്, ഈ ക്യാമറ അവിടെ വെച്ചിട്ട് ആരൊക്കെ വർത്താനം പറയണ്ടെന്ന് ഞാൻ നോക്കും. ഞാൻ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഞാൻ നോക്കും. പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മളെ കൂട്ടുകാരൻ വരുമ്പോൾ മുണ്ടണ്ട ചെങ്ങോയോടെ ക്യാമറ ഉണ്ട് അല്ലേ? കാരണം എന്താ? അത് കാണും. അതിലൂടെ നമ്മളെ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കും. ഈ ഒരു പേടിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ രഹസ്യ ജീവിതം പോലും അതിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ, കേട്ടിട്ടുണ്ടോ? മാലിക് ഇബ്നു ദീനാർ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, എനിക്ക് തെറ്റ് ചെയ്യണം. അയാൾ കുറേ നന്മയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചില തെറ്റുകൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റണില്ല. നമ്മളെക്കുറിച്ചാണ് പറയണേ കേട്ടോ, നമ്മളെക്കുറിച്ചാണ് പറയണേ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ചില തെറ്റുകളുണ്ട്, ഒഴിവാക്കാൻ പറ്റണില്ല. അതുണ്ടല്ലോ, അതെനിക്കത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ ഒരാൾ ഇമാം മാലിക്കിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ചില തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റണില്ല. ആ സമയത്ത് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീ ചെയ്യുന്ന ഈ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ടല്ലോ? ഉണ്ട്. എന്നാൽ നീ ചെയ്യുന്ന തെറ്റ് നീ അല്ലാഹ് കാണാത്തൊരു ഭാഗത്ത് പോയിട്ട് ചെയ്തോ? അങ്ങനത്തെ വല്ല സ്ഥലമുണ്ടോ? അല്ലാഹ് കാണാത്ത വല്ല ഭാഗം ഉണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സ് പറയണത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് പറയണത് റൂമിൻ്റെ ഉള്ളിൽ പോയി ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് വാതിലടച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ച് ആ ജനൽ മുഴുവൻ അടച്ച് അതേപോലെ തന്നെ ഫാൻ ഓണാക്കി നമ്മുടെ കട്ടിലേക്ക് കടന്ന് പുതപ്പ് തലയിലൂടെ വിട്ട പിന്നെ ആരും കാണൂല. അലം യഅലം ബിഅന്നല്ലാഹ യറാ. നിങ്ങൾ അറിയണില്ലേ അല്ലാഹ് കാണുന്നുണ്ട്? നിങ്ങൾ അറിയണില്ലേ? ആ ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ മറ്റുള്ളവരെ ഒക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റും. നമ്മളെ പരസ്യ ജീവിതമൊക്കെ ഉഷാറായിരിക്കും, നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ
അല്ലെ? ഒന്നുമില്ല, നമ്മളെ ഫോൺ ഒരാളെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ ഈ ഫോണിൽ എന്തൊക്കെ നോക്കി എന്നുള്ളത് അറിയാൻ എൻ്റെ കയ്യിലൊരു ആപ്പുണ്ട്, ഞാനത് ഇതിലേക്കൊന്ന് കയറ്റി നോക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ അറിയുക? അത് ഞാൻ വേറെ ഫോൺ തരട്ടോ പറയും. ഈ ഫോൺ വേണ്ട, ഈ ഫോണിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ കാരണം? നമ്മുടെ പലതും നമ്മുടെ ഫോണിലാവട്ടെ, ചിലപ്പോൾ നമ്മളെ ഉമ്മയൊക്കെ നോക്കണ സമയത്ത് ഇതാ എൻ്റെ ഷമീർ വിളിക്കണു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. അത് ഷമീർ ആവണമെന്നില്ല, ഷമീറ ആയിരിക്കാം, അല്ലേ? അങ്ങനെയൊക്കെ പേര് മാറ്റുക. അല്ലെങ്കിൽ ചില ആപ്പുകൾ, ഗാലറി ലോക്ക് ചെയ്യാനുള്ള ആപ്പുകൾ, ചില നമ്പറുകൾ നമ്മൾ മാറ്റുന്നു, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഉമ്മാനെ നമുക്ക് പറ്റിക്കുക. കാരണം എന്താ അറിയോ? നമ്മുടെ ഉമ്മ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്. നമ്മളെ വാപ്പാനെ നമുക്ക് പറ്റിക്കുക, ഇക്കാക്കാനെ പറ്റിക്കുക, അനിയത്തിനെ പറ്റിക്കുക, നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക. പക്ഷേ റബ്ബിനെ പറ്റിക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു തആല സദാസമയം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യപ്പെടൽ അത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവും. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ആളുകൾ തെറ്റ് ചെയ്യാനുള്ള 2 കാരണങ്ങളെ നമ്മൾ പറഞ്ഞു. ഒന്ന്, പരലോകബോധം ഇല്ലാത്ത ആളുകളാണ് തെറ്റ് ചെയ്യുക. രണ്ടാമത്തത്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ലാത്ത കാര്യം. അള്ളാഹ് എന്നെ കാണുന്നില്ല, എനിക്ക് എന്തും ചെയ്യാന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ലജ്ജ നഷ്ടപ്പെടുക. ഈ ലജ്ജയും ഈമാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാളുണ്ട് മറ്റൊരാളെ ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപദേശിക്കുന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാ അവനെ വിട്, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ലജ്ജ എന്നുള്ളത് ഈമാനിൽപ്പെട്ട കാര്യമാണ്. ലജ്ജ ഈമാനിൽപ്പെട്ട കാര്യമാണ്, ഈമാനുമായി ബന്ധമുള്ളതാണ്. ഈ ലജ്ജ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് തോന്നിവാസം ചെയ്യാം. ഇന്ന് തോന്നിവാസങ്ങളില്ല, ഒരാൾക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പം ഇന്ന് പല ആളുകളുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പിന്നെ ഓരോ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിൽ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ചാടിക്കളിയും ഓടിക്കളിയും എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യും. നമ്മൾ സ്പോർട്സിന് ഓടുന്ന കാര്യമല്ല കേട്ടോ ഈ പറയണത്. സ്പോർട്സിന് ഓടുന്നതല്ല, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുക. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് ഒരു പരിപാടിക്ക് വേണ്ടി പോവുക. ആ പോണ സമയത്തുണ്ട്, മലപ്പുറം കഴിഞ്ഞ് ഏകദേശം കൊണ്ടോട്ടി എത്തുന്നതിൻ്റെ മുമ്പ് ഫുള്ള് ബ്ലോക്ക്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? അവിടെ ഏതോ ഒരു സ്കൂളിൽ കലോത്സവം നടക്കുകയാണ്. കലോത്സവം നടക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എന്തിനാ? കലോത്സവം കാണുക എന്നതിനേക്കാൾ ആ സമയത്താണ് പല ആളുകളും പല തെറ്റുകളിലേക്കും പോകാറുള്ളതും അതേപോലെ തന്നെ പല തോന്നിവാസങ്ങൾ ചെയ്യാറുള്ളതും. അങ്ങനെ 2 ടീമായി നടു റോട്ടിലെ തല്ല് കുറേ നേരം ബ്ലോക്കായി. അവസാനം അവിടുത്തെ നാട്ടുകാർ വന്നിട്ട് ഈ ചെക്കന്മാരെ മുഴുവൻ തല്ലി. അതൊക്കെ ബസ്സിൽ നമ്മൾ കാണാം. ഈ ചെക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് അപ്പം ഈ പറയാനുള്ള എന്താ പറയുക, ഈ നാട്ടുകാർ എന്താ ഈ തന്ത വൈബുള്ള ടീംസാണ്, അല്ലേ? തന്ത വൈബ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു പേര്, ഒരു വാക്ക് കേട്ടുക്കണോ? തന്ത വൈബ് എന്ന് കേട്ടുക്കണോ? ഉണ്ടോ? അല്ലേ? ഉണ്ടോ? ഉണ്ട്. ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്, ചില ആൾക്കാർ ഇപ്പോഴും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു തന്ത വൈബിൻ്റെ ആൾക്കാരെ തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ കേൾക്കാത്തത്, അല്ലേ? ഓക്കെ, എന്താ ഈ തന്ത വൈബ് പറഞ്ഞ എന്താ? തന്ത വൈബ് എന്ന് കേട്ടുക്കണോ? എന്താണ് തന്ത വൈബ് പറഞ്ഞ? ആരെങ്കിലും നമ്മളെ ഉപദേശിക്കണ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഇവരൊന്നും ഉപദേശിക്കേണ്ടയില്ല, ഇവരെപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യമല്ല, എനിക്കിഷ്ടമുള്ള പോലെ നടക്കും, എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ജീവിക്കും, ആരാ ഞങ്ങളോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു പരിപാടി മലപ്പുറം ജില്ലയിൽ നടക്കണം. അപ്പോൾ അവിടെ ഇതേപോലെ കുട്ടികളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അതേ ചോദ്യം തന്നെ ഞങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണ്, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള നിങ്ങളുടെ അനിയന് നല്ല മൂർച്ചുള്ള ഒരു കത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ട്, അവിടെ കളിച്ചുകൊണ്ടിരിക്കണു. കത്തി എടുത്തിട്ട് കളിക്കണത്. നിങ്ങളെന്താ ചെയ്യുക? അവൻ കളിച്ചോട്ടെ എന്ന് തീരുമാനിക്കണവരുന്ന് കൈബന്ധിക്കോ? അവൻ കളിച്ചോട്ടെ, അതുകൊണ്ട് കാരണം എന്തായാലും അവൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് മുറിയട്ടെ, എന്നിട്ട് വേണം അല്ലേ ഓൻ്റെ കളിസ്ഥാനങ്ങളൊക്കെ എടുക്കാൻ. അങ്ങനെ തീരുമാനിക്കണ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അല്ലേ? നമ്മളെന്താ ചെയ്യുക? അത് വാങ്ങിയേക്കും. അങ്ങനെയുള്ളവരൊന്ന് കൈബന്ധിക്കോ?
ഇത് രണ്ടും അല്ലാത്തവരുണ്ട്, ഞാൻ മൈക്ക് അങ്ങോട്ട് തരാം, ബാക്കി എന്താ അഭിപ്രായം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. ഒട്ടുമിക്ക ആളുകൾ എന്ത് ചെയ്യും? അത് വാങ്ങി വെക്കും. എന്തിനാ നമ്മൾ വാങ്ങി വെക്കണേ? എന്തിനാ വാങ്ങി വെക്കണേ? ഓക്കെ, അതായത് എന്തിനാ വാങ്ങി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആ മൂർച്ചയുള്ള കത്തിയുമായിട്ട് നമ്മളെ അനിയൻ കളിക്കുമ്പോൾ അത് വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം തട്ടിക്കൊണ്ട് അവൻ്റെ കാലുമുറിയും കൈമുറിയും, ഒരു പക്ഷേ അവൻ്റെ ജീവൻ വരെ നഷ്ടമാകും അല്ലേ? അത് നമ്മൾ പിടിച്ചു വാങ്ങാം. ഓൻ പറ തരൂല, ഞാൻ തരൂല, അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നാലും നമ്മൾ പിടിച്ചു വാങ്ങും. ഇതല്ല കളിക്കാതല്ല വേണ്ടേ. ഓൻ്റെ ഭാഷയിൽ നമ്മൾ തന്ത വൈബുള്ള ആളല്ലേ? അല്ല, നമ്മളിത് വാങ്ങി വെച്ചില്ലേ? ശരിക്കും ഓന് ആഗ്രഹിച്ചത് കൊടുക്കല്ലേ വേണ്ടേ? കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുന്ന് പോയി, അപ്പോഴാണ് ഉമ്മ പറയണ, ക്ലാസ് കഴിഞ്ഞ് വന്നൂലേ, ചായ വെക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ല കേട്ടോ, കുറച്ച് പഞ്ചസാര പിടിച്ചു കൊടുന്ന. അപ്പം നിങ്ങളിങ്ങനെ പോണ സമയത്ത് നിങ്ങൾ അനിയൻ പറഞ്ഞു, കാക്ക ഞാനും ഉണ്ടാറ്. എന്നാ പോന്നോ. ഓനൊരു 4 വയസ്സായിട്ടുള്ളൂ. നമ്മളെങ്ങനെ ഓനെ കൊണ്ടുപോവുക? ജയ്ക്കുടിയോട് നടന്നോ, ഞാൻ എൻ്റെ പിന്നിക്കുടിയിൽ വരാം, അങ്ങനെ പറയോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? ഓൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഉടനോ കൈ ഒന്ന് വിടും. ഞാൻ ഒറ്റക്ക് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്ക് വിടുമോ? ഓൻ ഒറ്റക്ക് വിടുമല്ലേ? ഇല്ല. എന്താ വിടാത്തെ? ഓൻ ഒറ്റക്ക് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഓൻ ഓടും. ഓടിയാൽ ഏതെങ്കിലും വാഹനം അടിക്കും. അവൻ അറിയൂല എവിടുന്നൊക്കെ വാഹനം വരിക എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മൾ അവനെ പിടിച്ചു നിർത്തുമെങ്കിൽ, അവൻ്റെ ഭാഷയിൽ ഒന്ന് നടക്കാൻ വരെ സ്വാതന്ത്ര്യം കൊടുക്കാത്ത തന്ത വൈബുള്ള ആൾക്കാരല്ലേ നമ്മൾ അല്ലേ? ഓൻ്റെ ഭാഷയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ശരിക്കും നമ്മളെ വാപ്പ എന്താ പറയണേ? നമ്മളെ അക്കാക്ക് എന്താ പറയണത്? എളാപ്പ എന്താ പറയണത്? നമ്മൾ നല്ലോണം ബൈക്ക് കൊണ്ടൊക്കെ നല്ല വേഗത്തിൽ പോണ സമയത്ത് പറയും, നല്ല ശ്രദ്ധിക്കണം കേട്ടോ, ബൈക്ക് കൊണ്ടൊന്നും ഇങ്ങനെ പോകരുത്. സൈക്കിളും അങ്ങനെ കയ്യൊക്കെ വിട്ടു പോണ സമയത്ത് നമ്മളോട് പറയും, അങ്ങനെ ഒന്നും പോകരുത് മോനെ. എന്താ പറയും? ഏയ് തന്ത വൈബ്. അവിടെ കിടന്നാ പ്രശ്നമായിരിക്കുക നമുക്ക് തന്നെയാണേ. അതുകൊണ്ടല്ലേ നമ്മളോട് ഒരു പറഞ്ഞു തരണേ? നമ്മുടെ അനിയന് പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ അവനോട് പറഞ്ഞേ? എങ്കിൽ അതേ ബോധ്യം നമുക്കുണ്ടാവണം. ഇനി അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം എന്താ? ഈ കണ്ണിൻ്റെ കട്ടുനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനാണ്, പക്ഷെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക? ഇടം കണ്ണിട്ട് നോക്കാന്നില്ലേ ഖുർആൻ്റെ ആയത്തായി പറയണേ. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമെന്ന് പറയുമ്പോൾ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയും. ഒരു മനുഷ്യൻ ലജ്ജയില്ലാതാകുമ്പോഴാണ് എല്ലാ തോന്നിവാസങ്ങളിലേക്കും അയാൾ പോവുക. അതിൽ തന്നെ ഇപ്പോൾ സിനിമയും സംഗീതവും നമുക്കെല്ലാവർക്കും അറിയാലോ അത് തെറ്റാണെന്നുള്ളത് അല്ലേ? സിനിമ തെറ്റാണെന്ന് അറിയാത്തവരാരുമില്ല. പക്ഷേ പണ്ടൊരു മമ്മൂട്ടി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നടന്മാരാവട്ടെ, സംവിധായകരാവട്ടെ, റൈറ്റേഴ്സ് ആവട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, എല്ലാവരും മുസ്ലിം, മുഹമ്മദും അഹമ്മദും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ നല്ല നല്ല പേരുകളുള്ള ആളുകൾ. അങ്ങനെ അവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ദീനിൻ്റെ ഭാഗമാകുമോ? ആവുമല്ലേ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞുതരാം, ഒറ്റ കാര്യം മാത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളൊരു കാര്യം, തിരൂരിൽ വെച്ചിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കയറി. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് സിനിമ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. എല്ലാവരും പുറത്തിറങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റിക്കാരൻ എന്ത് ചെയ്ത് ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാം. ഈ സെക്യൂരിറ്റിക്കാരൻ അങ്ങനെ തട്ടി വിളിച്ച് നോക്കുമ്പോൾ അയാൾ മറിഞ്ഞിട്ട് വീണു. സിനിമ കണ്ടുകൊണ്ടിരിക്കെ അയാൾ മരിച്ചു പോകാം. സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ആൾ തന്നെയാണ്, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഇയാൾ സ്വർഗത്തിലാകും നരകത്തിലാകും. ഇതൊരു നല്ല മരണമാണോ? സിനിമ കണ്ട് മരിക്കുക എന്നുള്ളത് നല്ല മരണം ആണോ? അല്ലേ? അല്ല. പിന്നെ നമ്മളെങ്ങനെ ഉറപ്പിക്കും? നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കെ ഞാൻ മരിക്കൂല, ആ 2.5 മണിക്കൂറിൽ ഒരിക്കലും ഞാൻ മരണം ഉണ്ടാവില്ല, എനിക്ക് മരണം സംഭവിക്കൂല എന്ന്. പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് പോകുമ്പോൾ ഒരിക്കലും എനിക്ക് മരണം സംഭവിക്കൂല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ ഒരു കുട്ടി മരിച്ചു പോകാം. ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ.
ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കാലം വരും, ഈ ഉമ്മത്തിലൊരു കാലം വരും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഒരു കാലത്തിൻ്റെ പ്രത്യേകത, അവർക്ക് പല പരീക്ഷണങ്ങളുണ്ടാകും. ചെരൽ വർഷം ഉണ്ടാകും, രൂപമാറ്റം സംഭവിക്കും, അതേപോലെ തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും അല്ലാഹു. എന്തുകൊണ്ടാണെന്നറിയോ? എന്താ അതിൻ്റെ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതിൻ്റെ കാരണം ഇദാ ശരിബുൽ ഖംർ, അവർ കള്ള് കുടിക്കുന്ന ആളുകളാകും. അതുപോലെ തന്നെ വത്തഖ്ദുൽ ഖൈനാത്ത്, നർത്തകിമാരെ ഡാൻസും കളിച്ചിങ്ങനെ നടക്കാം അല്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ എന്തിനാ കയറണമെന്ന് വെച്ചാൽ ഒന്ന് ചാടി കളിച്ചാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ അത് അതേപോലെ ചെയ്യുന്നൊരവസ്ഥ. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ ക്ലാസ്സിൽ വരുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളറബു ബിൽ മആസിഫ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന, പാട്ടിങ്ങനെ ഉപയോഗിക്കുന്ന, സംഗീതം ഉപയോഗിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ വലിയ ശിക്ഷകൾ ഈ ലോകത്തും പരലോകത്തും വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. നരകം കിട്ടുന്നൊരു കാര്യമാണ്, നരകം കിട്ടുന്നൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മാ അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാർ മിനൽ ഇസാരി ഫഫിന്നാർ, വസ്ത്രത്തിൽ നിന്ന് ആ നെരിയാണിക്ക് താഴെ വരുന്നത് അത് നരകത്തിലാണ്. ആ ഭാഗം മാത്രം നരകത്തിലെന്നല്ല, ആ വ്യക്തി നരകത്തിലാവും. നമ്മൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒന്ന് താഴ്ത്തിയിട്ടാൽ അതാണ് മോഡൽ അല്ലേ? ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അവൻ്റെ പാൻറ് നെരിയാണിക്ക് താഴെയാണ്, എനിക്ക് അന്നെ ഭയങ്കര ഇഷ്ടാട്ടോ എന്ന് പറയോ? ഇല്ലല്ലോ. നമ്മൾ നെരിയാണിക്ക് മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്? വസ്ത്രം ധരിക്കേണ്ടത്. ഈ പറയപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിഹാരം? 4 പരിഹാരങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരം കൃത്യമാക്കുക എന്നുള്ളത്. ഒരാൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക തിന്മകളിൽ നിന്നും അയാൾ രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്തിൽ കാണുവാൻ സാധിക്കും, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് മ്ലേച്ഛതകളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി നിർത്തും. കൃത്യമായിട്ട് നിസ്കരിക്കണ ഒരാൾ ഈ പറഞ്ഞ ഒരു തോന്നിവാസത്തിലും ഉണ്ടാവില്ല. എന്താ കാരണം? ഓനിങ്ങനെ എല്ലാവരും സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പള്ളിയിൽ പോകണം, ഞാൻ പോവുകയാണ് അറിയും അല്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മഗ്‌രിബിന് ഇങ്ങോട്ട് പള്ളിക്കുണ്ട് വരണം എന്നുണ്ടെങ്കിൽ വല്ല പിന്നാലെ അങ്ങനെ നമ്മ കൂടണം അല്ലേ? ചില ആൾക്കാരുണ്ടാവും ഒരു ഓവറും കൂടി ഒരു ഗോളും കൂടി എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ആലോചിക്കണേ, ബാങ്ക് കൊടുത്തിട്ട് പിന്നെ നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരമാണ്. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നിസ്കരിക്കാത്തവൻ കാഫിറാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ ആരാ? അതിൽ പേര് സുരേഷ് ആകുക, സുമേഷ് ആകുക, ജോർജ് ആവുക എന്നുള്ളതല്ല. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കാത്തവനാണ്. ഓൻ്റെ പേര് അബ്ദുള്ള തന്നെ ആയിട്ടും കാര്യമില്ല, അവൻ കാഫിറാണ്. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിന് ശ്രദ്ധ കൊടുക്കാം. ഇതിൽ മദ്രസയിൽ പഠിക്കുന്നവരൊക്കെ ഒന്ന് കൈവന്തിക്കോ. മദ്രസയിൽ പഠിക്കുന്ന ആൾക്കാർ ഓക്കെ, കുറച്ച് ആളുകളുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാനുള്ള കാരണം എന്നറിയോ? പൊതുവേ ഒരു ധാരണ മദ്രസ പഠിക്കുമ്പോൾ മാത്രമേ ഖുർആൻ ഓതേണ്ടതുള്ളൂ, മദ്രസ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ഖുർആൻ ഓതേണ്ടതില്ല എന്ന്. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീടിരിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മളെ വീട്ടിൽ കയറിയും ഒരു ചായ അടിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു നേരെ ആ പ്രോഗ്രാമിൻ്റെ അടുത്ത് തന്നെയാണ് മുപ്പരെ വീട്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ വീട്ടിൽ 2 കുട്ടികൾ, ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഖുർആൻ ഓതുന്നു, കുറച്ച് വലിയ കുട്ടി ഇരുന്ന് ഗെയിം കളിച്ചു. അപ്പോൾ ഞാൻ ഈ കുറച്ച് വലിയ കുട്ടീനോട് ചോദിച്ചു, അല്ല മോനെന്താ ഖുർആൻ എന്താ ഓതുന്നില്ലേ? എൻ്റെ മദ്രസൊക്കെ കഴിഞ്ഞതാണ് പറഞ്ഞു. എൻ്റെ മദ്രസൊക്കെ കഴിഞ്ഞതാണ്. അതായത് മദ്രസ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ഖുർആൻ ഓതേണ്ടതില്ല എന്ന ഒരു തെറ്റായ ധാരണ ഉണ്ട്. എന്തിനാ ഒരാൾ ഖുർആൻ ഓതണമെന്നറിയോ? എന്തിനാ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുമെന്നറിയോ? അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാഹിനോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഖുർആനോടുള്ളതാണ്. ഖുർആനിനോട് ഒരാൾ ബന്ധം ചേർത്താൽ അയാൾ അള്ളാഹുവിനോട് ബന്ധം ചേർത്തു. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബോധന മേഖലയിൽ നമ്മൾ സജീവമാകുക. നമ്മൾ ഒരുപാട് തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളെ ഈ പ്രോഗ്രാമിനൊക്കെ വിളിച്ച ആൾക്കാരില്ലേ അല്ലേ? അവരെപ്പോഴും പള്ളിയിലുണ്ടാവും. അവർ ദീനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ വായിന്നൊരു ചീത്ത വാക്ക് നിങ്ങൾ കേൾക്കൂല.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദീന് പഠിച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ആളുകളോടൊപ്പം നമ്മളിങ്ങനെ കൂടുമ്പോൾ, അങ്ങനത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, അങ്ങനത്തെ ആളുകളുടെ കൂടെ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ, അങ്ങനത്തെ ആളുകളുടെ കൂടെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ ഉണ്ടാകും. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ മറ്റൊരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്തു എങ്കിൽ ചെയ്തവൻ്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഒരു കാക്ക പഠിപ്പിച്ചെന്നില്ലേ അല്ലേ? നിങ്ങൾ ആരൊക്കെ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ അതിൻ്റെ ഒക്കെ കൂലി ആ പഠിപ്പിച്ചെന്ന ആൾക്കാണ്. നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ പഠിച്ചോ ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ അമ്മാക്ക് പറഞ്ഞു കൊടുത്താൽ, നിങ്ങളെ കാക്കാക്ക് പറഞ്ഞു കൊടുത്താൽ, നിങ്ങളെ എത്താത്താക്ക് പറഞ്ഞു കൊടുത്താൽ, നിങ്ങളെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്താൽ, അയാൾ നിങ്ങളുടെ കൂട്ടുകാരൻ ആ നന്മ ചെയ്യുന്ന കാലം അത്രയും നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾക്കൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ശരിക്ക് ദഅവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ദീനിൻ്റെ കാര്യങ്ങളെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവിധ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരണത്തെ സദാസമയം ഓർമ്മിക്കുക എന്നുള്ളത്. എല്ലാ തെറ്റുകളും നമുക്ക് മാറിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റും. കാരണം എപ്പോഴാണ് മരണം വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് മാത്രം അവസാനിപ്പിക്കും. കുറച്ച് 2 ആഴ്ച മുമ്പ് നമ്മുടെ കല്ലടിക്കോട് വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് നടന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇതിൽ പല ആൾക്കാരും കല്ലടിക്കോട്ടുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും ആ ഒരു ഫോട്ടോയൊക്കെ. ആ വീഡിയോയും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. 4 പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നു അല്ലെ, ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ പോകുന്ന സമയത്ത് അവർ സംസാരിച്ചിട്ടാണ് പോണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കാണും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് അവർ വിചാരിച്ചിട്ടില്ല എന്നെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെന്ന് വിചാരിച്ചിട്ടില്ല. എക്സാം എഴുതുന്ന സമയത്ത് പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങി അവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, ഏതൊക്കെ പിന്നെ ഞാൻ എഴുതി എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അവരവരുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ മലക്കുൽ മൗത്ത് അവരുടെ അടുത്തെത്തി. ഈ ഒരു ചിന്ത നമ്മളിലുണ്ടാവുക, നമ്മൾ അതേ പ്രായ ഒരുക്കൊക്കെ ഉണ്ടാകുക. ചിലപ്പോൾ നിങ്ങളെ ഈ കൂട്ടത്തിലുള്ള ആളുകൾ 13, 14 വയസ്സുള്ള ആളുകൾ, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ള ആളുകൾ, അതും നമ്മൾ കണ്ടു അതിൻ്റെ ഒരാഴ്ച മുമ്പുള്ള മരണ വാർത്ത. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു ബോധ്യപ്പെടലുണ്ടാകുക. എല്ലാ സമയത്തും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.